ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചേച്ചിയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാലത്ത് ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കാൻ ഒരുപാട് ഉണ്ടാക്കണം. അപ്പോൾ അത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇഡ്ഡലി ആയിട്ടാണ് ഉണ്ടാക്കിയത്. ഇന്നലെ അതന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ നല്ല മഴയാണ്. മഴ ഒന്ന് തോർന്നേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ ഏട്ടനൊക്കെ അതാ പണിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇത് വിജയേട്ടനാണ്. ഈ മറ്റത് ചേച്ചിയുടെ ഭർത്താവാണ് കേട്ടോ. സമയം രാവിലെ ഒരു 7:30 മഴ ഒന്ന് തോർന്നിട്ടേ ഉള്ളൂ. നല്ല മഴയായിരുന്നു, നിർത്താത്ത മഴയായിരുന്നു കേട്ടോ. മഴ തോർന്നപ്പോൾ പണിക്ക് പോയതാണ്. അപ്പോൾ ചേച്ചി നോക്കിയിരിക്കുകയാണ് ഏട്ടൻ പോണത് കേട്ടോ. അപ്പം മുറ്റത്തൊക്കെ നിറയെ വെള്ളമാണ്. വെള്ളമൊക്കെ കെട്ടി നിൽക്കണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോസിൽ കാണിക്കും പോലെ തന്നെ. പിന്നെ കുട്ടികളൊന്നും എണീച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ അതവിടെ പായയിൽ നല്ല ഉറക്കാട്ടോ. മഴയുടെ ഒരു തണുപ്പിൻ്റെ ഇതിൽ നല്ല ഉറക്കമാണ്. പിന്നെ മോളപ്പോഴേക്കും വർക്കിന് പോകാൻ വേണ്ടിയിട്ട് അവൾ ഡ്രസ്സൊക്കെ മാറൽ കഴിഞ്ഞു. ചേച്ചി അപ്പോഴേക്കും ഞാൻ ചെയ്യണ പോലെ തന്നെ അതാ കൈക്കോട്ടൊക്കെ എടുത്തിട്ട് അവിടെ വെള്ളം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയിലാണ് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ സഹായിച്ചു. അപ്പോൾ ഇവിടെ ചാക്കൊക്കെ ഇട്ട് നടക്കാൻ പറ്റില്ല. കുട്ടികളൊക്കെ വന്ന കാരണം ഈ മുറ്റത്ത് കൂടെ ഓടിക്കളിക്കാനൊന്നും പറ്റില്ല. കാരണം അത്രയും വെള്ളമാണ് അവിടെ. ഈ സൈഡ് വഴിക്ക് വീഴൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ചാക്കൊക്കെ ഇട്ടുണ്ടായിരുന്നു നടക്കാൻ വേണ്ടിയിട്ട്. ചാക്കുകളൊക്കെ ഒലിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ചാക്കുകളൊക്കെ ആകെ ചളിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കൽ കഴിഞ്ഞു. വൃത്തിയാക്കാൻ പറഞ്ഞാൽ അടിച്ചു വരാനൊന്നും പറ്റില്ല. അങ്ങനെ പിന്നെ വിജയേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ പണിയില്ല പറഞ്ഞിട്ട് തിരിച്ചു വന്നു കേട്ടോ. കാരണം മഴ കാരണം പണിയില്ല പറഞ്ഞിട്ട് വന്നു. പിന്നെ ഇപ്പോൾ വരാൻ പറഞ്ഞിട്ടാണ് ആൾ പോയത്. അപ്പോൾ ഞാനും പിന്നെ കുട്ടികളും കൂടി, കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, ചേച്ചിയുടെ ചെറിയ മോനാണിത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഞങ്ങൾ പുഴയിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ തിരുമ്പാൻ കുറച്ചെടുത്തുള്ളൂ. കാരണം തിരുമ്പ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തിരുമ്പിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചെടുത്തിട്ടാണ് പോയത്. അപ്പോൾ ഇറങ്ങിയ വഴിയിൽ ഞങ്ങളുടെ ട്രെയിനൊക്കെ വന്നു കേട്ടോ. വീടിൻ്റെ അവിടെ നിന്ന് 8:05 ട്രെയിനുണ്ട്. പിന്നെ 10:30 പിന്നെ ഉച്ചയ്ക്കുണ്ട്. അങ്ങനെ വൈകുന്നേരം അങ്ങനെ ചിലർ സമയങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാ ആൾക്കാർക്കും തന്നെ അറിയുന്നുണ്ടാവില്ല. മാന്നന്നൂരാണ് സ്റ്റേഷൻ ഇവിടുത്തെ. അപ്പോൾ റോഡും ഇടവഴികളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോയിലും. അപ്പോൾ ഒന്നും കൂടിയും കാണിച്ചു എന്നുള്ളൂ. കാരണം ചേച്ചിയുടെ മോനാണ് ഇപ്പോൾ ബാക്കിൽ ഞാൻ ഫോൺ കൊടുത്തു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനാണ് ഫോൺ പിടിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ചൂണ്ടയാണ് കേട്ടോ, മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. ചൂണ്ടയൊക്കെ ഉണ്ട്. ചൂണ്ട പറഞ്ഞ് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവൻ ബക്കറ്റും പിന്നെ ഇര ഒക്കെ മണ്ണ് കളച്ചിട്ടെടുത്തിട്ടുണ്ട്. അതിന് എന്താ പറയുക, ഞങ്ങൾ ഞാഞ്ഞൂൾ എന്നൊക്കെ പറയും കേട്ടോ. വേറെ എന്തൊക്കെ പറയും പേരുകളൊക്കെ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഞാഞ്ഞൂൾ എന്ന വാക്കാണ് പറയുക. അപ്പോൾ അങ്ങനെ പുഴയ്ക്ക് എത്താറായി കേട്ടോ. ആദ്യത്തെ പോലെ മഴയല്ല പുഴ. അതിൽ വെള്ളം കുറച്ച് കമ്മിയുണ്ട് കേട്ടോ. ആദ്യത്തെക്കാട്ടിലും കുറച്ച് കമ്മിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരുമ്പാൻ നിൽക്കുമ്പോഴേക്കും മോൻ ഇരേനൊക്കെ അതിലിങ്ങനെ കോർക്കണം കേട്ടോ. അങ്ങനെ അവൻ മീൻ പിടിക്കാൻ തുടങ്ങി. അധികമൊന്നും കിട്ടിയില്ല. ചെറിയ ചെറിയ മീനുകളാണ് കേട്ടോ കിട്ടിയത്. പിന്നെ പുഴയിൽ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ അങ്ങനെ ഞാൻ അലക്കാൻ വന്നപ്പോൾ അവനും കൂടി വന്നതാണ്. അപ്പോൾ അവിടെ വെറുതെ ഇരിക്കല്ലേ പറഞ്ഞിട്ട് അവൻ ചൂണ്ടയൊക്കെ ഇട്ടു. മീൻ കിട്ടിയിട്ടോ. ചെറിയ മീനുകൾ കിട്ടി. പിന്നെ ഞാനും അവൻ്റെ കൂടെ സഹായിക്കുകയും ചെയ്യുന്നു കേട്ടോ. പക്ഷേ എനിക്ക് കിട്ടിയൊന്നുമില്ല. അപ്പോൾ ഇതാണ് വെള്ളം. നല്ല ആദ്യത്തെ പോലെ നല്ല കലക്ക വെള്ളം തന്നെ കേട്ടോ. തെളിഞ്ഞ് വന്നിട്ടില്ല. കാരണം നിൽക്കാത്ത മഴയായിരുന്നു 2-3 ദിവസം. അതുകൊണ്ട് വെള്ളം നല്ല കലക്കാണ് കേട്ടോ. ഇനി അടുത്ത മഴയ്ക്ക് വേണ്ടി സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വീഡിയോ ആയിട്ടാണ്. അധികം പ്രത്യേകിച്ചൊരു കണ്ടൻറ്റൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പുഴ, വീട് അങ്ങനെയുള്ള ഒരു ചെറിയ ചെറിയ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ കൂട്ടുകാർക്ക് എപ്പോഴും പുഴ കാണിക്കുമ്പോൾ ഇഷ്ടമാകുമോ അറിയില്ല. എന്നാലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള റെയിൽ, പുഴ അങ്ങനെയൊക്കെ എനിക്ക് കാണിക്കാൻ ഇപ്പോൾ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വന്നതല്ല. അതിൻ്റെ ഇടയിൽ വേറെ വെക്കണതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഞാനും കുറച്ച് നേരം അലക്ക് കഴിഞ്ഞപ്പോൾ ഞാനും കുറച്ച് നേരമൊക്കെ അവിടെ ചൂണ്ട പിടിക്കായിരുന്നു കേട്ടോ. എന്തായാലും ബാക്കിയുണ്ട്. കുറച്ച് വെയിലൊക്കെ തെറിക്കുന്നുണ്ടായിരുന്നു. മഴക്കാരൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഒരു വീഡിയോ എനിക്ക് ഇടാനുണ്ട്, കുടിയിരിപ്പിൻ്റെ ഒരു വീഡിയോ ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ അത് അപ്ലോഡാകാൻ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം അത് വൈകുന്നേരത്ത് ആ വീഡിയോ എത്തിട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോസും കൂടി ഫുള്ളായിട്ടൊന്ന് കാണണം. അപ്പോൾ കൂട്ടുകാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിനും മകനൊക്കെ കണ്ടതിൽ, കുട്ടികളൊക്കെ കണ്ടതിൽ സന്തോഷമുണ്ട്. പിന്നെ വിപിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാലക്കാടുള്ള തമിഴ്നാട്ടിലെ ചേച്ചിയുടെ മക്കളൊക്കെ വന്നില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, അവർ വന്നിട്ടില്ല. ആ സെറ്റ് ഇനി ഓണത്തിനിട്ട് വരുള്ളൂ അവരൊക്കെ. അപ്പോൾ അവരുടെ വീഡിയോസുകളൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അവർ ആ കമൻറ്റൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വായിച്ചിട്ട് അത് ചിരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരെയും അന്വേഷിക്കുന്നുണ്ടല്ലോ പറഞ്ഞല്ലോ. എന്തായാലും 6 ദിവസം കമൻറ്റ് നോക്കിയില്ലെങ്കിൽ ഞാൻ 5-6 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ കമൻറ്റൊക്കെ ഒന്നും കൂടി നോക്കും. അപ്പോഴാണ് എല്ലാ കമൻറ്റുകളും ഇരുന്ന് വായിക്കാറുണ്ട്. കഴിഞ്ഞു പോയ എല്ലാ വീഡിയോസുകളുടെ കമൻറ്റ് ഞാൻ ഒന്നും കൂടി വായിക്കും. പുതിയ സബ്സ്ക്രൈബറുടെ പേരൊക്കെ ഒന്നും കൂടി ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാനും ആരാന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനെല്ലാം നോക്കുന്നുണ്ട്. എത്ര തിരക്കിനായാലും ഞാൻ അപ്പം തന്നെ ഏതൊരു കമൻറ്റ് വന്നാലും ഞാൻ അപ്പം തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിലങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒരു 5-8 കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തോർത്തിലാണ് തോർത്തിട്ടുണ്ടായിരുന്നു പഴയത്. അപ്പോൾ ആ തോർത്തിൽ അവനും കൂടി മീനൊക്കെ പിടിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ പുഴയിൽ ഈ സമയത്ത് ആരും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല, നല്ല സൗകര്യമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ കാലത്ത് അങ്ങനെ വരുമ്പോഴൊന്നും അധികം തിരക്കുണ്ടാവില്ല. വൈകുന്നേരത്ത് 5-6 മണിക്ക് 8-10 ചേച്ചിമാരൊക്കെ നിറയെ ഉണ്ടാവും. അവിടെ സ്ഥിരമായിട്ട് വരുന്നതാണ്. അവരൊക്കെ പണിക്ക് പോയിട്ട് വന്നിട്ട് എല്ലാവരും സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ 6:30 വരെ, 5 മണി തൊട്ടിട്ട് 6:30 വരെ നിറയെ ആൾക്കാരാകും പുഴയിൽ കുളിക്കാൻ കേട്ടോ. അതുകൊണ്ട് പേടിക്കാതെ ആദ്യമൊക്കെ ഞാനും കൂട്ടുകാരൊക്കെ 7 മണി 7:30 ഒക്കെ കുളി കഴിഞ്ഞിട്ട് ഒറ്റയ്ക്കൊക്കെ. പക്ഷേ ഇപ്പോൾ മഴയായ കാരണം ഒക്കെയാണ് കേട്ടോ അങ്ങനെ പോവാത്തത്. അങ്ങനെ 3-4 മീനൊക്കെ അതിൽ പെട്ടു. വലിയ മീൻ കിട്ടണമെങ്കിൽ ഇനി നമുക്ക് ഇവിടേക്ക് തന്നെ പോകണം, കുളത്തിലേക്ക് പോകണം. കുളത്തിൽ പോയി കഴിഞ്ഞാൽ നിറയെ മീനൊക്കെ കിട്ടും. അപ്പോൾ ഇന്ന് അവർ കുറച്ച് കഴിഞ്ഞ് അവർ പോകുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ പറ്റുമെങ്കിൽ കിട്ടിച്ച് ഞാൻ എടുത്തു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുളിയും തിരുമ്പലും പിന്നെ മീൻ പിടിക്കലും എല്ലാം കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഇനിയും ഷോപ്പിലേക്ക് പോകണം. അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. മോനെയും കൂട്ടിയിട്ട്, മോന് പുഴയ്ക്ക് വരണം പറഞ്ഞ കാരണം അവനെ കൂട്ടിയിട്ട് വന്നതാണ്. അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് വരിക. അപ്പോൾ കൂട്ടുകാരെ ഇനി പിന്നെ കാണാം കേട്ടോ. നാളത്തെ ഒരു വീഡിയോ ആയിട്ട്, നാളെയല്ല ഇന്നൊരു വീഡിയോ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ കൂട്ടുകാരെ. ഇപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോണതാണ് കേട്ടോ.